ഏതാണ്ട് 25 വർഷക്കാലത്തോളം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നൂറുകണക്കിന് ആളുകളെ നിരന്തരമായി നിരീക്ഷിച്ചതിൽ നിന്നും അവരിൽ കാണപ്പെട്ട ചില പ്രത്യേകതകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് ജ്യോതിഷത്തിൻ്റെ കാര്യമായിട്ടുള്ള ആധികാരികതയൊന്നും ഇല്ല. ഈ നക്ഷത്രക്കാർ പൊതുവെ പ്രസന്നമായ മുഖഭാവമുള്ളവരും ആകർഷണീയമായ പെരുമാറ്റത്തിന് ഉടമകളുമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റുള്ള വ്യക്തികളുമായി ചങ്ങാത്തത്തിലാകാൻ, സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട്. ഇവരുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെയാണ്. ഈ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ, ബന്ധുക്കൾക്കായിക്കോട്ടെ, അത് ആരെന്ന് നോക്കാതെ തന്നെ അവർക്കൊരു ആപത്ത് വരുമ്പോഴും മറ്റും ഓടിയെത്താൻ ഇവർ മുൻപന്തിയിലുണ്ടാവും. എന്ന് മാത്രമല്ല, ആ ആപത്ഘട്ടത്തിൽ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അത് തരണം ചെയ്യാൻ നമ്മളോട് കൂടി ഉണ്ടാവുകയും ചെയ്യും. ഇത് ഈ നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ചുറുചുറുക്കുള്ളവരും അധ്വാനിക്കാൻ മടിയില്ലാത്തവരുമാണ് ഈ നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും പുരുഷന്മാർ. പുരുഷന്മാരാണെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒട്ടും ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തിൻ്റെ ഭദ്രതയൊക്കെ ഉറപ്പുവരുത്താൻ അവർ പരമാവധി ശ്രമിക്കാറുമുണ്ട്. വിദ്യാഭ്യാസം ശരാശരിയോ അതിന് മുകളിലോ ഉണ്ടാകും. സ്ത്രീകളാണ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മിടുക്ക് കാട്ടുന്നത്. ജോലി ഇവർക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുവാനാണ് കൂടുതൽ താല്പര്യം, അങ്ങനെയാണ് കണ്ടുവരുന്നതും. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിൽ മേഖലകളിൽ ഇവർ വിജയിക്കാറുമുണ്ട്. അതിൻ്റെ കാരണം ഇവർക്ക് അധ്വാനിക്കാൻ മടിയില്ലായ്മയാണ്. പലവിധ പ്രവർത്തനങ്ങളിൽ ഒരേ സമയം ഏർപ്പെടാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുക, അത് കാലക്രമേണ മറ്റുള്ളവരിൽ ഇവരുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുക, ഈ പ്രത്യേകതകളും കണ്ടുവരുന്നുണ്ട്. ഇവർ ജനിക്കുന്നത് കേതുദശയിലാണ്. ആ കേതുദശയ്ക്ക് ശേഷം വരുന്ന ദശ ശുക്രദശയാണ്. കൗമാര സമയത്ത് തന്നെ അങ്ങനെ ശുക്രദശ വരുന്നതിനാൽ മിക്കവരും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഈ പ്രണയബന്ധങ്ങൾ പലതും വീട്ടുകാരുടെ അറിവോടെ വിവാഹത്തിൽ കലാശിക്കും. അതല്ലെങ്കിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ വിവാഹിതരാവുകയും ചെയ്യും. അങ്ങനെ വീട്ടുകാരുമായി പിണങ്ങിപ്പോയാലും കാലക്രമേണ ഇവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതായും നല്ല ബന്ധം വീട്ടുകാരുമായി ഉണ്ടാക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് 77 വയസ്സിനുള്ളിൽ ശനിദശ വരാൻ സാധ്യതയേയില്ല. ബുധദശ മിക്കവാറും ജീവിതത്തിൽ വരുന്നത് പ്രയാസമാണ്. 100 വയസ്സൊക്കെ ജീവിച്ചെന്നാൽ മാത്രമാണ്. പക്ഷേ ബുധദശ വരുന്നില്ല എന്ന് കരുതി വിദ്യാഭ്യാസത്തിന് ബാധിക്കില്ല. ബുധൻ ഗ്രഹനിലയിൽ ബലവത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ശുക്രദശാകാലത്തും അതിനുശേഷം വരുന്ന സൂര്യദശാകാലത്തുമൊക്കെ വിദ്യാഭ്യാസത്തിന് അനുകൂലത തന്നെ ഉണ്ടാകും. ഈ നക്ഷത്രക്കാരോടുള്ള എൻ്റെ നിർദ്ദേശം, നിങ്ങളെക്കൊണ്ട് ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക, അല്ലാത്തവ വിട്ടേക്കുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതെ ഇരിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, നിങ്ങളുടെ ഒരു ലാഭത്തിനോ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയോ ഒന്നും അല്ല നിങ്ങൾക്ക് കള്ളങ്ങൾ പറയേണ്ടി വരുന്നത്. നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ തലയിലെടുത്ത് വയ്ക്കുന്നത് കൊണ്ടാണ്.